ഇന്നത്തെ വനിതയിൽ കഥകളിയോടുള്ള ആത്മബന്ധവുമായി പ്രീത. വിവിധ മേഖലകളിൽ ഒരേപോലെ വിജയം കണ്ടെത്തുക എന്നത് പ്രയാസമുള്ള കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് കലാകാരികൾക്ക്. എന്നാൽ പല മേഖലകളിൽ ഒരേപോലെ സാന്നിധ്യമറിയിക്കുന്ന ഒരു വനിതയാണ് ഇന്ന് വനിതയിൽ കൂടി നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. കഥകളിയിൽ ഏറെ മികവ് പുലർത്തുന്ന അധ്യാപികയായ പ്രീത. ഇന്ന് കഥകളിയുമായുള്ള ആത്മബന്ധത്തെക്കുറിച്ച് പ്രീത വനിതയോട്. കഥകളിയോടൊരു ഇഷ്ടം തോന്നുന്നത് എങ്ങനെയാണ്? കഥകളി രംഗത്തേക്ക് വരുന്നത് എങ്ങനെയാണ്? ഈ രംഗത്തേക്ക് വന്നത് ഞാൻ ആദ്യം നൃത്തമാണ് പഠിച്ചു തുടങ്ങിയത്. 4 വയസ്സ് തൊട്ട് പഠിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ എൻ്റെ അച്ഛനാണ് കൂടുതലായിട്ടും കഥകളിയോട് ഇഷ്ടം. അച്ഛന് സാധിക്കാത്തത് ഞങ്ങളിലൂടെ, മക്കളിലൂടെ സാധിക്കാനായിട്ട് ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ കഥകളി അഭ്യസിക്കാനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കി തന്നു. ഏത് പ്രായം മുതൽ കഥകളി പഠിച്ചു തുടങ്ങി? ഞാൻ 7 വയസ്സ് തൊട്ട് പഠിച്ചു തുടങ്ങിയതാണ്. ശരിക്കും വളരെ എഫേർട്ട് വേണ്ട ഒരു കലയാണല്ലോ. അപ്പൊ ഇത് ചെയ്തു തുടങ്ങിയപ്പോ അയ്യോ വേണ്ട, തീരെ ചെറുതിലാണല്ലോ പഠിച്ചു തുടങ്ങിയത്. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ആദ്യമൊക്കെ ഒരു കൗതുകമായിരുന്നു. കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ കൗതുകമായിരുന്നു. പിന്നെ ഇതിന്റെ ചുവടുകളൊക്കെ കുറെ ആകുമ്പോഴത്തേക്കിനും മടുക്കും, കാലൊക്കെ വേദന എടുക്കാൻ തുടങ്ങും. പിന്നെ രാവിലെ എഴുന്നേറ്റൊരു മെയ്യഭ്യാസവും കണ്ണ് കയ്യ് വഴക്കങ്ങളൊക്കെ അതിനൊക്കെ വരുമ്പോൾ എഴുന്നേറ്റ് പോകാനുള്ള മടിയൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും അച്ഛൻ ഒരു ശക്തമായ ഒരു പ്രോത്സാഹനമായിരുന്നു. അച്ഛനത് നിർബന്ധമായിട്ടും കൊണ്ടുപോയി ചെയ്യിച്ച് അങ്ങനെ എല്ലാ പ്രോത്സാഹനവും തന്ന് എത്രയോ ഈ സ്റ്റേജിൽ അവതരിപ്പിക്കും, എത്രയോ സ്റ്റേജുകളിൽ ഉറക്കം വരും. അച്ഛനാണ് ഉറങ്ങാതെ പിടിച്ചിരുത്തുന്നത്. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ ആയതുകൊണ്ട് നേരം വെളുക്കോളം ഞങ്ങൾ ഉറങ്ങാതെ ഇരിക്കണം. ഇത് വലിയ കഥയാകുമ്പോൾ ചെറിയ റോളുകളാണ് ആദ്യം ചെയ്യുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടാനുള്ളൂ. അപ്പോഴും ഉറങ്ങാതെ ഇങ്ങനെ കണ്ണിലെ കരിയൊക്കെ തൂക്കാതെ ഇരിക്കണം. അപ്പോൾ അത് അച്ഛൻ അതിനൊക്കെ വലിയ സപ്പോർട്ടായിരുന്നു. എവിടെയാണ്, ആരുടെ കീഴിലാണ് പഠിച്ചതൊക്കെ? ആദ്യം ഞാൻ പഠിച്ചു തുടങ്ങിയത് പള്ളിപ്പുറം ഭാസ്കരൻ നായർ എന്ന് പറഞ്ഞിട്ടൊരു ഗുരുവിൻ്റെ കീഴിലാണ്. 1.5 വർഷത്തിന് ശേഷം കോട്ടയ്ക്കൽ അപ്പു നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ അടുത്ത് പഠിച്ചു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഇപ്പോൾ വരെ. ഏത് വേഷങ്ങളാണ് ആദ്യകാലത്ത് കൂടുതലായിട്ട് കൈകാര്യം ചെയ്തിരുന്നത്? ഗുരുദക്ഷിണയിൽ കൃഷ്ണനാണ് ഞാൻ ആദ്യം ചെയ്തത്, ആദ്യത്തെ ഗുരുവിന്റെ കീഴില്. അത് എൻ്റെ നാട് കോട്ടയത്ത് കിടങ്ങൂര് ആണ്. അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിനോടനുബന്ധിച്ച് ആദ്യത്തെ ഈ ഗുരുദക്ഷിണ എന്ന കഥയിലെ കൃഷ്ണന്റെ 3 പ്രായത്തിലായിട്ട് 3 പേരാണ് അന്ന് ചെയ്തത്. അതിലെ ഏറ്റവും ചെറിയ അവസ്ഥയിലുള്ളതാണ് ഞാൻ ചെയ്തത്. അന്ന് എടുത്തോണ്ടൊക്കെ നടക്കണമായിരുന്നു. 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ ആ ഒരു സമയത്തായപ്പോഴത്തേനും എടുത്തോണ്ടൊക്കെ നടന്നിട്ട് സ്റ്റേജിൽ നിന്ന് എടുത്തോണ്ടാണ് അണിയറയിലേക്കൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് വേഷത്തിൽ തന്നെ. അപ്പോൾ ആദ്യം ചെയ്തത് അതാണ്. പിന്നീട് കോട്ടയ്ക്കൽ അപ്പു നമ്പൂതിരി ആശാന്റെ അടുത്ത് പഠിച്ചു തുടങ്ങിയപ്പോൾ രുക്മിണി സ്വയംവരത്തെ രുക്മിണിയാണ്. ഏത് വേഷങ്ങളാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത്? ഇപ്പോൾ ഞാൻ ആദ്യകാലത്ത് ഞാൻ സ്ത്രീവേഷമായിരുന്നു കൂടുതലും ചെയ്തത്. കാരണം ഞങ്ങൾക്ക് അവസരങ്ങൾ സ്ത്രീവേഷത്തിലാണ് ഉള്ളത്. പിന്നെ കുട്ടിത്തരം വേഷങ്ങളുണ്ട്, ലവകുശന്മാര്, ഇതുപോലെ കൃഷ്ണൻ, അങ്ങനെയൊക്കെയുള്ള വേഷങ്ങളിലേക്കൊക്കെ പിന്നീട് ക്രമേണ വലിയ വലിയ വേഷങ്ങൾ പഠിച്ചു തുടങ്ങി. കൂടുതലായിട്ടും അവിടെ ആയിരുന്നപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് സ്ത്രീവേഷമാണ് കൂടുതലും ചെയ്യാൻ അവസരം കിട്ടിയിരുന്നത്. ഇപ്പൊ ഏതുതരം പുരുഷ വേഷങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഏതുതരം പുരുഷ വേഷങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യാറുള്ളത്? പച്ചവേഷം ചെയ്യാറുണ്ട്, കത്തിയും ചെയ്യാറുണ്ട്, ഒരു വെള്ളത്താടി ഹനുമാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു കലി കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഒരു കലി ഉടനെ തന്നെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം പഠിപ്പിക്കുന്ന അധ്യാപിക തന്നെ ആയതുകൊണ്ട് അതൊന്ന് ചെയ്ത് അരങ്ങില് മറ്റുള്ളവരെ വിളിക്കാതെ ഞാൻ തന്നെ അത് ചെയ്ത്
കാണിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും കൂടി അത് ഗ്രഹിക്കാനായിട്ട് എളുപ്പമുണ്ടാവും, ഒരു കൗതുകമായിരിക്കും. അതുകൊണ്ട് ടീച്ചർ തന്നെ റിസ്ക് ടീച്ചർ തന്നെ, അധികം പേരില്ലല്ലോ അധ്യാപികമാർക്ക് ഇങ്ങനെ ചെയ്ത് കാണിക്കാനായിട്ടും ഒരവസരം. അത് അതിനുള്ളൊരു ഭാഗ്യം കിട്ടുമെന്നുള്ള ഇതിൽ ഞാനിപ്പോൾ അതിന്റെ പണിപ്പുരയിലാണ്. ഇപ്പൊ ഒരുപാട് വേഷങ്ങൾ കെട്ടിയിട്ടുണ്ടല്ലോ, സ്ത്രീ വേഷങ്ങളും കെട്ടിയിട്ടുണ്ട്, പുരുഷ വേഷങ്ങളും കെട്ടിയിട്ടുണ്ട്. കെട്ടിയ വേഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏതാണ് ഇഷ്ടം, ഏത് വേഷമാണ് ഇഷ്ടം? പുരുഷ വേഷങ്ങളിൽ എനിക്ക് കുചേലവൃത്തത്തി കൃഷ്ണനാണ് ഇഷ്ടം. തുടക്കം കൃഷ്ണനിൽ തന്നെയായിരുന്നു അല്ലെ? തുടങ്ങിയത് ഗുരുദക്ഷിണ കൃഷ്ണനായിരുന്നു. സ്ത്രീ വേഷത്തിൽ എനിക്ക് പാഞ്ചാലിയും ദമയന്തിയും ഒക്കെ ഇഷ്ടമാണ്. ശരിക്കും കഥകളി ലേഡീസ് ട്രൂപ്പിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഞാൻ 95 അവിടെ ജോയിൻ ചെയ്യുന്നത്. ഇപ്പൊ സജീവമായിട്ട് അവരുടെ കൂടെ പങ്കെടുക്കാൻ സാധിക്കാറില്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതിനുശേഷമാണ് എൻ്റെ വിവാഹം. അപ്പോൾ അവിടെ വന്നതിന് ശേഷമാണ് വിവാഹമൊക്കെ നടന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് കൂടുതൽ പോകാനും അവതരിപ്പിക്കാനും ഒക്കെ സൗകര്യം ലേഡീസ് ട്രൂപ്പാണെന്ന് തോന്നി. ശരിക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇങ്ങനെ പ്രീതപ്പോലുള്ളവർക്ക് എത്രമാത്രം സപ്പോർട്ടീവ് ആണെന്നാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? തീർച്ചയായും ലേഡീസ് ട്രൂപ്പ് സ്ത്രീകൾക്കൊരു വേദിയാണ്. പുരുഷന്മാർ മാത്രം ചെയ്തിരുന്ന ഒരു കലയാണ് കഥകളി. അതിൽ ഇന്ന് അനായാസമായിട്ട് പല വേഷങ്ങളും ചെയ്യുന്ന സ്ത്രീകൾ, ഇപ്പം എന്നേക്കാൾ മിടുക്കരായി ഒരുപാട് പേര് ആ ട്രൂപ്പിലുണ്ട്. അപ്പോൾ അവർ പല വേഷങ്ങളും ചെയ്യുമ്പോൾ ഞാൻ ഉൾപ്പെടെ പ്രേക്ഷകരായിട്ടുള്ള പലരും അത്ഭുതത്തോടു കൂടി ഇതൊക്കെ ഇവർ ചെയ്യുന്നുവല്ലോ. പലരും ഉദ്യോഗസ്ഥകളാണ്, വീട്ടമ്മമാരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ളവർ വന്നിട്ട് ഈ വലിയ വേഷങ്ങൾ ചെയ്യുമ്പോൾ, പുരുഷനെ പോലെ തന്നെ ശാരീരിക അധ്വാനം ആവശ്യമുള്ള വേഷങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും അവർക്കൊരു അവസരം തന്നെയാണ് ഈ ട്രൂപ്പുകൾ. ഞങ്ങളുടെ കല മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു അവസരമാണ്. ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഇനിയിപ്പോൾ വിവാഹശേഷം മറ്റു ട്രൂപ്പുകളിൽ പോകണ്ട എന്ന് വിചാരിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു അങ്ങനെ വേണ്ട, ഇനിയിപ്പോൾ ഈ ട്രൂപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ കലാരംഗത്ത് തുടരാനാവും. ശരിക്കും ഇപ്പോൾ ഒരുപാട് പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്, എങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തത് എവിടെ പെർഫോം ചെയ്തപ്പോൾ, ഏത് വേഷം ചെയ്തപ്പോഴാണ്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എൻ്റെ ഓർമ്മയിൽ ഇല്ല. ഞാൻ ചെറുതിലേ തൊട്ട് ചെയ്യുമ്പോൾ ചെറുതിലെയൊക്കെ പലരും ഇങ്ങനെ വന്നിട്ട് അടുത്ത് വന്ന് അഭിനന്ദിച്ചിട്ടൊക്കെ ഉണ്ട്, കാരണം ഇത്ര ചെറുപ്പത്തിലേ ചെയ്യുന്നു എന്നുള്ളതുണ്ട്. പിന്നെ 10 വയസ്സുള്ളപ്പോൾ ഞാൻ 1.5 മണിക്കൂർ പൂതനാമോഷം ചെയ്തിരുന്നു. പല സ്ഥലങ്ങളിൽ അത് ചെയ്യാനുള്ള അവസരം കിട്ടി. കാരണം ഒരുപക്ഷെ 10 വയസ്സിൽ പൂതനാമോഷം ചെയ്ത ആളുകൾ കുറവായിരിക്കും, ഇല്ലയെന്നൊന്നും പറയുന്നില്ല, കുറവായിരിക്കും. അപ്പോൾ അതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. അന്ന് ഓരോ അഭിനയമൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവൊന്നും ആയിട്ടില്ല എങ്കിൽ കൂടിയും ഞാനിപ്പോഴും ഓർക്കുകയാണ് 10 വയസ്സിൽ ഞാനത് ചെയ്തത്. 1.5 മണിക്കൂർ തുടർച്ചയായിട്ട് ഒരു വേദിയിൽ അത് ചെയ്യാനായി പല അവസരങ്ങളിലും ചെയ്യാനായിട്ട് പല വേദികളിലും ചെയ്യാനായിട്ട് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. രൗദ്രഭീമന്റെ വേഷം ചെയ്തു എന്ന് പറഞ്ഞല്ലോ, അത് ചെയ്യാനുണ്ടായ സാഹചര്യം എങ്ങനെയാണ്? അതൊരിക്കൽ അരങ്ങത്ത് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഒരു ക്ഷേത്രത്തിലോ അങ്ങനെ ഒരു തുടർച്ച കഥകളിയിലെ ഒരു കഥയിലെ തുടർച്ചയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. അതിലൊരു ഭാഗം എനിക്ക് ഒരവസരത്തിൽ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു രൗദ്രഭീമനൊക്കെ ചെയ്യുക എന്നുള്ളത്. അത് സാധ്യമായിട്ടുണ്ട്. അതിലൊക്കെ ഞാൻ വളരെ സംതൃപ്തയാണ്.